ആ ഓണക്കാലായപ്പോ പതിവ് പോലെ മുസ്ലിം പുരോഹിതന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്താ അത്? മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കാൻ പാടില്ല, അതിൽ ഒരു കളിയിലും പങ്കെടുക്കാൻ പാടില്ല, അതിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, സദ്യ ഉണ്ണാൻ പാടില്ല എന്നിട്ട് അത് ഹറാമാണ്, അത് ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ ബഹുദൈവ ആരാധന, പിന്നെ അത് ഏകദൈവ ആരാധനയ്ക്കെതിരാണ്. എന്ത് പൊട്ടത്തരായി പറയുന്നത്? യഥാർത്ഥത്തിൽ കാരശ്ശേരിക്ക് നല്ല ചികിത്സ വേണം. കൃത്യമായ രീതിയിൽ മതത്തെക്കുറിച്ച് അറിയാതെ അവസരത്തിലും അനവസരത്തിലും മതത്തെയും പണ്ഡിതന്മാരെയും വിമർശിക്കുക എന്നുള്ളത് ഇയാൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതല്ലെങ്കിൽ യുക്തിവാദികൾക്ക് ഒരു സ്വഭാവമുണ്ട്, അത് ശ്രദ്ധിച്ചറിയാം. ഏത് മതത്തിലുള്ള യുക്തിവാദിയാണെങ്കിലും ഏറ്റവും കൂടുതൽ അവർ എതിർക്കുന്നത് ഇസ്ലാമിനായിരിക്കും. അത് മുസ്ലിം യുക്തിവാദിയാണെങ്കിലും ശരി, അല്ലാത്തവരാണെങ്കിലും ശരി. RP ഹുസൈനൊക്കെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ജബ്ബാർ ആണെങ്കിലും ഈ കാരശ്ശേരി ആണെങ്കിലും ഒക്കെ അവസരം കിട്ടുന്ന സമയത്ത് അവർ അല്ലെങ്കിൽ പുതിയൊരു അവസരം ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിനെ വിമർശിക്കുക. ഇപ്പം എന്താ മൂപ്പര് പറഞ്ഞിരിക്കുന്നത്? ഓണക്കാലായാൽ പണ്ഡിതന്മാരിറങ്ങും, ചില പണ്ഡിതന്മാരിറങ്ങും, എന്നിട്ട് മുസ്ലിം പുരോഹിതർ, അങ്ങനെയാണ് അതിൻ്റെ ഭാഗം പറയുന്നത്. എന്നിട്ട് ഓണ സദ്യ ഉണ്ണാൻ പാടില്ല, ഓണാഘോഷം പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് ഷിർക്കായിട്ട് വരും എന്നൊക്കെ. എന്താ ഇപ്പോൾ ഷിർക്കിൻ്റെ അർത്ഥമൊക്കെ ഇയാൾക്ക് എന്താ അറിയോ? ഷിർക്കും മറ്റ് ഓണാഘോഷം തമ്മിൽ എന്താ അത് ബന്ധം? അപ്പോൾ ഈ ഓണസദ്യ, ഓണാഘോഷം പാടില്ല, അതിൻ്റെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ സാധാരണഗതിയിൽ ഇസ്ലാമിക മതപണ്ഡിതന്മാർ അവരുടെ വിശ്വാസികളോട് പറയാനുള്ള നിർബന്ധമാണ്. ഇതിൽ സദ്യ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഭക്ഷണം ആർക്ക് കൊടുക്കുന്നതിനും എങ്ങനെ കൊടുക്കുന്നതിനും അത് വിരോധമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്, അത് പതിവാണ്. എന്നാൽ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ, ഓണം എന്ന് പറയുന്നത് ഹിന്ദു ആചാരത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതൊരു മുസ്ലിം വിശ്വാസി പിന്തുടരാൻ പാടില്ല. അതൊരു മതനിയമമാണ്. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. മുൻപ് എതിർത്തിട്ടുണ്ട്, ഇപ്പോഴുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. ആരോടാണ് പറയുന്നത്? മുസ്ലിം വിശ്വാസികളോട്. നിങ്ങൾ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ പിൻപറ്റാൻ പാടില്ല, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. പിന്നെ ഇയാൾ പറയുന്നത് ഷിർക്കാണ്. എന്താ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസത്തിലേക്ക് മറ്റൊരാളെ പങ്കു ചേർക്കുന്നതാണ് ഷിർക്ക്. അപ്പോൾ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികൾക്കിടയിലുള്ള വിഷയമാണ്. വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ഷിർക്ക്? മുസ്ലിം മത വിശ്വാസി അല്ലാത്തവരോട് ഷിർക്ക് എന്ന് പറയേണ്ട കാര്യം ഉണ്ടോ? അവർ അത് വിശ്വസിക്കുന്ന വ്യക്തികൾ, ഏകദൈവ വിശ്വാസികളായിരിക്കുന്ന ആൾ മറ്റൊരാളെ അതിൽ പങ്കാളിയാക്കുക, അത് സിട്ടാവിന് പുറമെ മറ്റൊരാളോട് ആരാധന നടത്തുക, സഹായം തേടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ പറയപ്പെട്ടത് ഷിർക്ക് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കുന്ന വെച്ചാൽ മതത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല, അതേക്കുറിച്ച് യാതൊരു അറിവുമില്ല. അങ്ങനെ ഇല്ലാത്തത് ഇങ്ങനെ പൊലിമ്പിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാരശ്ശേരി മാഷ് ചെയ്യുന്നത്. റിട്ടയർഡ് ആയതിനു ശേഷം മൂപ്പരിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുമത വിശ്വാസികളെ മാത്രമാണോ ഇസ്ലാം വിമർശിക്കുന്ന? ഏകദൈവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസമാണ്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. ബാക്കി എല്ലാവരും അതിൻ്റെ കീഴുള്ളവരാണ്. രണ്ടാമതൊരു രീതി കാര്യങ്ങൾ മതത്തിലില്ല. എന്നാൽ ഇതിനെ മുസ്ലിം എതിർക്കുന്നത് ഈ ക്രിസ്തുമത വിശ്വാസത്തെ എതിർക്കുന്നുണ്ട്. ക്രിസ്തുമത വിശ്വാസം ഏകദൈവ വിശ്വാസമല്ല, തൃത്വമാണ് അവർക്ക്. മൂന്ന് തത്വമാണ് അവർക്കുള്ളത്. അതിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇത് മൂന്നും അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പ്രവാചകൻ മുഹമ്മദ് നബി ആരാധിക്കപ്പെടുന്ന ആളല്ല, പകരം സെട്ടാവിൻ്റെ അടിമയാണ്, പ്രവാചകനാണ്, പ്രബോധകരാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മതം അവരെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് കൺഫ്യൂഷനാക്കി എന്നിട്ട് എന്താ ചെയ്യും? ഇത് മറ്റുള്ള ഇസ്ലാമിനെ വിമർശിക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. അവർക്കിത് ആഘോഷം, വലിയൊരുനാൾ കിട്ടിയ പോലെ അങ്ങനെ ആഘോഷിച്ച് നിൽക്കുന്ന ഈ പ്രവർത്തനമാണ് കാരശ്ശേരി പല ഘട്ടങ്ങളിലായി ചെയ്യുന്നത്. അടിസ്ഥാനപരമായിരിക്കുന്ന, ആശയപരമായിരിക്കുന്ന വിമർശനമല്ല, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക. അത് കൂട്ടിവയ്ക്കുന്ന സമയത്ത് ഓണാഘോഷം, ഓണഭക്ഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം വിമർശിക്കാൻ വേണ്ടിയിട്ട് ഓണക്കാലമാകുന്ന സമയത്ത് ഒരു കൂട്ടം പണ്ഡിതന്മാർ വരും. ഓണക്കാലത്തിന് മുമ്പ് വരലുണ്ട്, ശേഷവും വരലുണ്ട്. മതപരമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി മതവിശ്വാസികളോട് പറയുക എന്നുള്ളത് മതപണ്ഡിതന്മാർ ചെയ്യേണ്ടതാണ്, ചെയ്യുന്നതാണ്. അത് അവരുടെ ജോലി അത് തന്നെയാണ്. അതിൽ കാരശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നുകിൽ അറിവ് പഠിക്കുക, അല്ലെങ്കിൽ ചികിത്സ തേടുക. ഈ രണ്ടാലൊരു കാര്യമല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വിഷയത്തിന് ഒരിക്കലും പരിഹാരമുണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.